ബി.ജെ.പിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന സീ ന്യൂസ് മോദിയെ കൈവിടുന്നതായി റിപ്പോർട്ടുകൾ. ചാനലിന്റെ എഡിറ്റോറിയൽ മാനേജ്മെന്റ് തലത്തിൽ നിന്ന് മോദി ഭക്തരെ ഒഴിവാക്കി വലിയ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് സീ മീഡിയ ചെയർമാൻ സുഭാഷ് ചന്ദ്ര. ഒരു കാലത്ത് ദേശീയ തലത്തിൽ ബി.ജെ.പി അനുകൂല മാധ്യമ സ്ഥാപനമായിരുന്നു സീ ന്യൂസ്. വാജ്പേയി അദ്വാനി നേതൃനിരയിലുണ്ടായിരുന്ന കാലത്ത് അവരുടെ അരുമ ശിഷ്യനായിരുന്നു സുഭാഷ് ചന്ദ്ര. നരേന്ദ്രമോദിക്ക് സീ ന്യൂസിൽ താൽപര്യം കുറഞ്ഞുവന്നതോടെ സുഭാഷ് ചന്ദ്രയും ബി.ജെ.പിയിൽ നിന്ന് അകന്നതായാണ് റിപ്പോർട്ടുകൾ. രാവണനെ വീഴ്ത്തിയത് അഹങ്കാരമാണെന്ന് സുഭാഷ് ചന്ദ്ര സമൂഹമാധ്യമങ്ങളിലൂടെ കുറിച്ചത് ഇതിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തുന്നു. ഇക്കഴിഞ്ഞ ദിവസം ആഗോള മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ സുതാര്യമായ വാർത്തകൾ എല്ലായിടത്തും എത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നു എന്നാണ് സുഭാഷ് ചന്ദ്ര പറഞ്ഞത്. ദീർഘനാൾ ബി.ജെ.പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു സുഭാഷ് ചന്ദ്ര. രാജ്യസഭാംഗമായിരുന്ന സുഭാഷ് 2022 രാജസ്ഥാനിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സീ നെറ്റ്വർക്കിന് വേണ്ടത്ര പരിഗണന ബി.ജെ.പിയോ മോദിയോ നൽകിയില്ല. സുഭാഷ് ചന്ദ്രയെ മോദി പതുക്കെ തഴയുന്നതിന്റെ ഭാഗമാണ് ഇതെന്നും വാർത്തകൾ വന്നു. ഇതോടെ സുഭാഷും തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. അമിത് ഷാ, യോഗി ആദിത്യനാഥ് എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തത്സമയ സംപ്രേഷണം ചെയ്തിരുന്നത് തൽക്കാലം ഉപേക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ബി.ജെ.പിയുമായി ചാനലിനെ ബന്ധിപ്പിക്കുന്ന കണ്ണിയെന്ന് വിശേഷിപ്പിക്കുന്ന അഭയ് ഓജ, കൺസൾട്ടിംഗ് എഡിറ്റർ പ്രദീപ് ഭണ്ഡാരി എന്നിവരെ സുഭാഷ് ചന്ദ്ര പുറത്താക്കിയിരുന്നു. ബി.ജെ.പി അനുകൂല മാധ്യമപ്രവർത്തകനായ ദീപക് ചൗരസ്യ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ചാനൽ വിട്ടു. ചാനലിന്റെ പ്രധാന വാർത്താ അവതാരകനായ ഭണ്ഡാരിയെയാണ് സുഭാഷ് ചന്ദ്ര പുറത്താക്കിയത്. ഇതോടെ സീ ന്യൂസ് മോദിയെ കൈവിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്.